guys, welcome back to Sala Learning. It's me, Sri Bhama SB. ഹായുടെ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ മക്കളെ. അപ്പോൾ നമ്മൾ ലൈവുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങി. എന്നാൽ മക്കളെ ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള സെറ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് മിസ്സിന് അറിയാം. സോ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത്. ബേസിക് ടോപ്പിക്കാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യരുത്, ആ ചാപ്റ്റർ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. സോ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഏതായിരുന്നു കൂടെ നമ്മുടെ ചാപ്റ്റർ? ഈ സ്നേക്ക് ചാമേഴ്സ് സ്റ്റോറി. നമ്മളെ പാമ്പാട്ടികളുടെ പറ്റിയൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പാമ്പുകൾ അവർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അവരുടെ ലൈഫിൽ. അതുപോലെ അവരുടെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? പാമ്പിനെ പിക്ക് ചെയ്യുക ആൻഡ് അതിൻ്റെ പോയിസൺസ് പിക്ക് ചെയ്യുക. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് സ്നേക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്നേക്ക് ചാമേഴ്സിലൊക്കെ കുറേ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും നേരിട്ട്. ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത് നമുക്ക് നോക്കാം. പോയിസണസ് സ്നേക്കും ആൻഡ് നോൺ പോയിസണസ് സ്നേക്കും. നിങ്ങൾക്കറിയാലോ, ഒരുപാട് സ്നേക്സ് ഉണ്ട് അല്ലേ നമ്മുടെ ചുറ്റും. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാവും ചില സമയത്ത്. മിസ്സിന് പേഴ്സണലി പറയുകയാണെങ്കിൽ ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ് ഈ പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാമ്പ് വിഷമുള്ള പാമ്പുണ്ട്, വിഷമില്ലാത്ത പാമ്പുണ്ട്. വിഷമുള്ള പാമ്പിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. പോയിസണസ് ആയിട്ടുള്ളത് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു, ഏകദേശം തീരുമാനമായി കട്ടപ്പുകയായി. പക്ഷേ നോൺ പോയിസണസ് ആണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഏതൊക്കെയാണ് പോയിസൺ, ഏതൊക്കെയാണ് പോയിസണസ് എന്ന് നമുക്ക് നോക്കാം. റെഡി? അപ്പോൾ പോയിസണസ് സ്നേക്കിനെ പറ്റിയിട്ട് ആദ്യം പറയാൻ പോകുന്നത്, ഈ പോയിസണസ് സ്നേക്ക് എന്ന് പറയുമ്പോൾ വിഷപ്പല്ലുള്ള പാമ്പ്. ദാറ്റ് മീൻസ് അത് നമ്മളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, ആ വിഷം നമ്മുടെ ബോഡിയിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യാണ്. അങ്ങനെയാണ് നമുക്കത് സ്പ്രെഡ് ചെയ്ത് ബ്ലഡിലോട്ടെല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് മരിക്കുന്നത്. ചില പാമ്പൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ മരിക്കും. പെട്ടടി മൂർഖൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 8 അടി നടന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പം അങ്ങനെയുള്ള കുറേ പാമ്പുകളുണ്ട്. നമുക്ക് അതിൻ്റെ പേരുകൾ നോക്കാം. ഫസ്റ്റ് വൺ, കിങ് കോബ്ര. നമ്മുടെ പാമ്പുകളിൽ തന്നെ ഒരു രാജാവുണ്ട് അല്ലേ. ആ രാജാവ് ആരാ? രാജവെമ്പാല എന്ന് മലയാളത്തിൽ പറയും. നിങ്ങൾ ചിലപ്പോൾ ഇത് ഫെമിലിയർ ആവാത്തതുകൊണ്ടാണ് മിസ് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കിങ് കോബ്ര. ഇതാ കണ്ടോ, കിങ് കോബ്രേനെ കണ്ടോ? ഈ കിങ് കോബ്ര ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കാര്യം പെട്ടെന്ന് തന്നെ തീരുമാനമാവും. സോ അത്രയും പോയിസണസ് ആയിട്ടുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാമ്പാണ് രാജവെമ്പാല. സോ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് പറ്റിയില്ലെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി വിവരമുള്ള ആളുകൾ, ഇപ്പോൾ ഈ സ്നേക്ക് ചാമേഴ്സിനൊക്കെ എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വിഷമുള്ളതാണോ അല്ലേന്ന് അതിൻ്റെ അപ്പിയറൻസും അതിൻ്റെ കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും. എന്നാൽ നമുക്കൊരു ബ്ലാക്കിഷ് പോലൊക്കെ ഒരു കളർ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് അണലി. ഇതും അണലിയൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഭയങ്കര സീനാണ്. ഈ പറയുന്ന പാമ്പുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ സീനാണ്, നമ്മുടെ ബോഡിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇതാ നോക്കുക, മുമ്പത്തെ പാമ്പ് പോലെ സ്നേക്ക് പോലെ ആണോ ഇത്? അല്ല, കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഡിസൈനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഒരു ബ്രൗണിഷ് ആയിരുന്നു, മറ്റേത് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ആയിരുന്നു. ഇതിൽ കുറച്ച് ബ്രൗൺ അല്ല, ഒരു കളർ ഒരു യെല്ലോ പോലെയൊക്കെയുള്ള ഫീലൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. സോ ഇതാണ് അണലി അഥവാ വിപ്പറ എന്ന് പറയുന്ന, വൈപ്പറ അല്ലെങ്കിൽ വിപ്പറ എന്ന് പറയുന്ന അണലി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ കോബ്ര. മൂർഖൻ എന്ന് നമ്മൾ പറയും, മൂർഖൻ പാമ്പ് ഇല്ലേ. പത്തിങ്ങനെ വിടർത്തി ഇങ്ങനെ ആടിക്കഴിഞ്ഞാൽ സീനാ. കാരണം അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഈ ബാക്കിൽ നിങ്ങളൊരു ഇത് കണ്ടുവോ, ഇതേപോലെ ഇങ്ങനൊരു ഷേപ്പ് കണ്ടു. ഈ ഒരു ഷേപ്പ് മൂർഖന് മാത്രമേ കാണുള്ളൂ. സോ അങ്ങനെ നമുക്ക് മൂർഖനാണിത് എന്ന് വെച്ചാൽ ഇന്ത്യൻ കോബ്രയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ ഭയങ്കര പോയിസണസ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ പോയിസണസ് സ്നേക്സിനെ പറ്റിയാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വിഷമുള്ള പാമ്പുകളെ പറ്റി പഠിച്ചു. ഈ വിഷമില്ലാത്ത പാമ്പുകളെ നമുക്ക് നോക്കാം. അത്ര സീനില്ലാത്ത പ്രശ്നമില്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നോക്കിക്കോ, ഇന്ത്യൻ റാറ്റ് സ്നേക്ക്, ചേര. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, മഞ്ഞ കളറിലാണ്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു അമ്മേ പാമ്പ് പറഞ്ഞ് സ്നേക്ക് പറഞ്ഞ് പേടിക്കും. പക്ഷെ പേടിക്കേണ്ട ആളല്ല ഇത്. കാരണം എന്താണെന്നറിയോ? ആൾ പാവാ, കടിച്ചാലും നമുക്ക് ഒരു പ്രശ്നം വരത്തില്ല. പക്ഷെ പെട്ടെന്ന് അഴിഞ്ഞു കഴിഞ്ഞാൽ പോവാം, സ്പീഡിൽ അഴിഞ്ഞു കഴിഞ്ഞിട്ട് പോകുന്ന ഒരാളാണ് ഈ പറയുന്ന ചേര. ഇതാ മഞ്ഞ കളറിലുള്ള ചേര. ആൻഡ് ഇന്ത്യൻ റാറ്റ് സ്നേക്ക്. ആൻഡ് ഇന്ത്യൻ റോക്ക് പൈത്തൺ ഉണ്ട്, അതാണ് മലമ്പാമ്പ്. മലമ്പാമ്പൊക്കെ വിഴുങ്ങിക്കഴിഞ്ഞാൽ സീനാട്ടോ. പോയിസൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മനുഷ്യന്മാരെ വരെ വിഴുങ്ങാനുള്ള കഴിവുള്ള ആളാണ് ഈ പറയുന്ന മലമ്പാമ്പ്. ഇപ്പോൾ മലമ്പാമ്പ് പെര വിഴുങ്ങി കിടക്കുക എന്നൊക്കെ പറയും നിങ്ങൾ ഇല്ലേ. എന്നുവെച്ചാൽ ഇപ്പോൾ തവള, നമ്മുടെ പൂച്ച, പട്ടിയൊക്കെ അതിനൊക്കെ നേരിട്ട് കഴിച്ചിട്ട് അങ്ങ് വിഴുങ്ങും. അപ്പം അത്രയും വലുപ്പമുള്ള ആളാണ് ഈ മലമ്പാമ്പ് അഥവാ ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറയുന്നത്. സോ അതും പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ ചെക്കേർഡ് കീൽ ബാക്ക് അഥവാ നീർക്കോലി എന്ന് നമ്മൾ പറയും. ഇത് നമ്മൾ വെള്ളത്തിലാണ് മെജോറിറ്റി കണ്ടിട്ടുണ്ടാവുക, നീർക്കോലീനെ. അപ്പോൾ നമ്മൾ വിചാരിക്കുക അത് പാമ്പാണ്, പക്ഷെ അത്ര സീനുള്ളൊരു പാമ്പല്ല. നമ്മുടെ വെള്ളത്തിലൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സ്നേക്കിനെയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ചെക്കേർഡ്
കീൽ ബാക്ക് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ കോമൺ ക്രൈറ്റ് അഥവാ ശംഖ് വരയെന്ന് നമ്മൾ പറയും. ഇതുണ്ടോ ശംഖ് വരയുമ്പോൾ ഒരു വര കണ്ടോ നിങ്ങളിതാ ബോഡിയിൽ മൊത്തം ഒരു ഇങ്ങനെ ലൈൻ പോലെ ഒരു വരയുണ്ട് അല്ലേ, അതുകൊണ്ടാണ് അതിൻ്റെ ശംഖ് വരയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പേരുള്ള എന്തുണ്ട് പാമ്പുകളുണ്ട്. സോ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പോയിസണസ് ആയിട്ടുള്ള കോബ്ര, സ്കെയിലസ്, കോം സ്നേക്ക് ആൻഡ് ദെൻ റെഡ് ബാംബൂ സ്നേക്ക്, ഈസ്റ്റേൺ ഗ്രീൻ മാംബ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് പോയിസണസ്. ഈ ഒരു പിക്ചർ പഠിച്ചു വെച്ചാൽ ഇഷ്ടംപോലെ പോയിസണസ് ആയിട്ടുള്ള സ്നേക്കുകളെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നോൺ പോയിസണസും ഉണ്ട്. അതേപോലെ നോൺ പോയിസണസിലാണ് ഗ്രീൻ സ്നേക്ക്, പച്ചിലപ്പാമ്പ് അതൊക്കെ ഗ്രീൻ സ്നേക്ക്, ദെൻ റാറ്റ് സ്നേക്ക്, ഇൻഡിഗോ സ്നേക്ക്, റാസേഴ്സ് എന്നൊക്കെ പറയുന്നത് നോൺ പോയിസണസ് ആയിട്ടുള്ള അത്ര സീനില്ലാത്ത വിഷമില്ലാത്ത പോയിസണസ് ഇല്ലാത്ത ആളാണെന്ന് പറയാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ ചുറ്റും തന്നെ എന്തോരമുണ്ട് സ്നേക്കുകൾ ഇഷ്ടം പോലെയാണ്. അതിൽ തന്നെ പോയിസണും നോൺ പോയിസണസും ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ മിസ് നിങ്ങളോട് ചോദിക്കുകയാണേ, സ്നേക്ക് ഡു നോട്ട് ഹാവ് ഇയേഴ്സ്, ക്യാൻ ദ സ്നേക്ക് ഹിയർ the bean or it does dance when the bean moves? What do you think എന്നാ ചോദിക്കുന്നത്. ആൻഡ് എന്ന് വെച്ചാൽ സ്നേക്കുകൾക്ക് എന്തില്ല, ചെവിയില്ല എന്ന് പറയുന്നുണ്ട്. ചെവിയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പാമ്പാട്ടികൾ ഇങ്ങനെ ഊതുന്ന സമയത്ത്, ബീൻ ഊതുന്ന സമയത്ത് ഇങ്ങനെ പാമ്പ് സെറ്റ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് പെട്ടെന്ന് കേൾക്കുന്നത്, നമ്മൾ എന്താ പെട്ടെന്ന് അത് പോകുന്നത്? അതിൻ്റെയൊക്കെ റീസൺ എന്താ? ഇയർ ഉണ്ടായതാണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയുന്നവർ താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത്. താഴെ കമൻറ്റ് യുവർ ഓൺ ആൻസർ ബിലോ. സോ ഇതോട് കൂടിയിട്ട് നമ്മൾ എന്താണ് സ്നേക്കുകളെ പറ്റി ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ മിസ്സിൻ്റെ പേരെന്ന് പറയുന്നത് ശ്രീഭാമ എന്നാണ്. സോ വിത്ത് ലവ് SB, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം മക്കളെ. സോ അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ.